നളദമയന്തി. തന്നേക്കാൾ ഭാഗ്യമില്ലാത്ത മറ്റാരെങ്കിലും ഭൂമിയിലുണ്ടോ? ചൂതുകളിയിൽ എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ കഴിയുന്ന ധർമ്മപുത്രർ ബൃഹദശ്വൻ എന്ന മുനിയോട് ചോദിച്ചു. ധർമ്മപുത്രരെ ആശ്വസിപ്പിക്കാൻ മുനി പറയുന്ന കഥയാണ് നളചരിതം. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലൂടെ നമ്മുടെ നാട്ടിൽ പ്രശസ്തമാണ് ഈ കഥ. നളനും ദമയന്തിയും. പണ്ട് നിഷധ രാജ്യം ഭരിച്ചിരുന്നത് നളൻ എന്നൊരു രാജാവായിരുന്നു. നല്ലവനായ അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിച്ചു. സന്യാസം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയ തൻ്റെ പിതാവിനെ കുറിച്ചോർത്ത് നളരാജാവ് വലിയ വിഷമത്തിലായിരുന്നു. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. നളന്റെ പേരിലും പെരുമയിലും അസൂയാലുവായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ പുഷ്കരൻ. ഒടുവിൽ എനിക്കിവിടം മടുത്തു, ഞാനീ നാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മനസ്സിൽ പകയുമായി പുഷ്കരൻ അവിടം വിട്ടുപോയി. ഏകാഗിയായി തീർന്ന നളൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നു. ഒരു ദിവസം, ഹൗ, ഏതാണീ തടാകം, എത്ര ഭംഗിയുള്ള അരയന്നങ്ങൾ! വിചിത്രമായ ഒരു കാഴ്ച നളൻ അവിടെ കണ്ടു. സ്വർണ്ണ അരയന്നമോ? അദ്ദേഹം മെല്ലെ ചെന്ന് ആ അരയന്നത്തെ പിടികൂടി. ആ പക്ഷി കരയാൻ തുടങ്ങി. എന്നെ വിടൂ, പേടിക്കണ്ടെന്നേ, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിന്നെ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഓമനിച്ചു വളർത്താം. അരയന്നം കരയുന്ന തൻ്റെ കൂട്ടരെ സമാധാനിപ്പിച്ചു. പോയ ജന്മത്തിൽ ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാനായി ഇപ്പോൾ ഞാൻ ഈ രാജാവിൻ്റെ ഒപ്പം പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ ദൗത്യം പൂർത്തിയായാലുടൻ ഞാൻ മടങ്ങിവരും. അങ്ങനെ നളൻ ആ അരയന്നത്തെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഒരു ദിവസം, അല്ലയോ രാജാവേ, അങ്ങ് എന്തിനാണ് കരയുന്നത്? എൻ്റെ മനസ്സിനെ അലട്ടുന്ന വിഷമം നിനക്കറിയില്ല. കുണ്ടിനപുരിയിലെ രാജാവായ ഭീമന്റെ സുന്ദരിയായ മകൾ ദമയന്തിയെ ഞാൻ മനസാ ഇഷ്ടപ്പെട്ടുപോയി. അദ്ഭുതമെന്നു പറയട്ടെ, ഉടനടി സ്വർണ്ണ അരയന്നം പറന്നുയർന്നുകൊണ്ട് പറഞ്ഞു. ഇതിനാണോ അങ്ങ് ദുഃഖിക്കുന്നത്? വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളൂ. എല്ലാം ശരിയാക്കി ഞാൻ മടങ്ങി വരാം. അരയന്നം പറന്ന് ഒടുവിൽ കുണ്ടിനപുരിയിലെ രാജധാനിയിൽ എത്തിച്ചേർന്നു. കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ പ്രവേശിച്ച അരയന്നം പലവട്ടം നളനെ പേർ ചൊല്ലി വിളിക്കാൻ തുടങ്ങി. ഇതു കേട്ട ദമയന്തി, ആഹാ, എന്തു ഭംഗിയുള്ള അരയന്നം! അതിനെ കിട്ടിയിരുന്നുവെങ്കിൽ! അരയന്നത്തെ പിടിക്കാൻ വന്ന ദമയന്തിയെ വെട്ടിച്ച് അതൊഴിഞ്ഞുമാറി. ങാഹാ, വൈകാതെ കിട്ടിപ്പോയി. ഏതോ നളന്റെ കാര്യം പറയുന്നത് കേട്ടുവല്ലോ. ആരാണ് അദ്ദേഹം? അരയന്നം നളന്റെ ഗുണഗണങ്ങൾ പുകഴ്ത്താൻ തുടങ്ങി. കേട്ടിടത്തോളം നളരാജാവ് ആൾ സാധാരണക്കാരനല്ല. അദ്ദേഹത്തെയല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. അങ്ങനെ അരയന്നം തിരിച്ചെത്തി. പ്രഭോ, ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ദമയന്തി അങ്ങയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. ഞാൻ എൻ്റെ വാക്കു പാലിച്ചു. ഇനി എന്നെ മടങ്ങിപ്പോകാൻ അനുവദിച്ചാലും. ഇനി പൊയ്ക്കൊള്ളൂ. കൂട്ടുകാരിൽ നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. താമസിയാതെ ദമയന്തിയുടെ സ്വയംവരത്തിന് നളൻ ക്ഷണിക്കപ്പെട്ടു. ധാരാളം രാജകുമാരന്മാർ സ്വയംവരത്തിൽ പങ്കുകൊള്ളാൻ എത്തിയിരുന്നു. പക്ഷേ നളനെ മാലയിടാനെത്തിയ ദമയന്തി 5 നളന്മാരെ കണ്ട് അമ്പരന്നു. ദമയന്തിയെ പരീക്ഷിക്കാനെത്തിയ ഇന്ദ്രനും മറ്റ് ദേവന്മാരുമായിരുന്നു അത്. ഈശ്വരാ, ദേവകളെ തന്നെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ ദമയന്തി നളനാരെന്ന് മനസ്സിലാക്കി. അങ്ങനെ ദമയന്തി നളന്റെ കഴുത്തിൽ തന്നെ മാലയിട്ടു. നളമഹാരാജാവ് നീണാൾ വാഴട്ടെ. നളൻ ദമയന്തിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ദമയന്തിയെ വിവാഹം കഴിക്കാൻ കലി ആഗ്രഹിച്ചിരുന്നു. ഈ വിവാഹത്തിൽ കോപിഷ്ഠനായ കലി അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഇനിയാണു തമാശ. വൈകാതെ കലി തന്ത്രപൂർവം നളന്റെ ഉള്ളിൽ കയറിപ്പറ്റി.
ഒരു ദിവസം, അനുജ, നീയോ? അതെ, ഞാൻ മടങ്ങി വന്നു. വനത്തിലെ താമസം മടുത്തു. സ്വാഗതം സ്വാഗതം. നളന് സന്തോഷമായി. പുഷ്കര, താങ്കൾക്കു വേണ്ടിയാണ് ഈ കൊട്ടാരം ഒരുങ്ങുന്നത്. പുഷ്കരനെ സന്തോഷിപ്പിക്കുവാനായി തന്നാലാവുന്നതെല്ലാം നളൻ ചെയ്തു. പക്ഷേ പുഷ്കരന്റെ മനസ്സിൽ മറ്റു ചില ഉദ്ദേശങ്ങളായിരുന്നു. കലി ബാധിച്ച നളനെ വൈകാതെ പുഷ്കരൻ ചൂതുകളിക്കാൻ വിളിച്ചു. അധികം താമസിയാതെ ഇവന്റെ കിരീടം പോലും എൻ്റെ സ്വന്തമാകും. ഓരോ വട്ടവും നളൻ തോറ്റുകൊണ്ടിരുന്നു. ഇത് അവസാനത്തെ ഊഴമാണ്. ഇതിൽ വിജയിക്കുന്നയാൾ രാജാവ്, തോൽക്കുന്നയാൾക്ക് 3 വർഷം വനവാസം. സമ്മതിച്ചോ? സമ്മതിച്ചു. കരുക്കൾ നീങ്ങി. ഞാൻ വിജയിച്ചിരിക്കുന്നു. ഹഹ, ഞാനാണിനി രാജാവ്. നളൻ തന്റെ രാജ്യം വിട്ടുകൊടുത്തു. കുട്ടികളെ തന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് അയച്ച് ദമയന്തിയും അദ്ദേഹത്തോടൊപ്പം ചെന്നു. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അവർ കാട്ടിൽ അലഞ്ഞു. ഒരു ദിവസം ഒരു പറ്റം പക്ഷികളെ കാണാനിടയായ നളൻ അവയെ പിടിക്കാനായി തന്റെ വസ്ത്രം ഊരി അവയുടെ നേർക്കെറിഞ്ഞു. നളൻ മുന്നോട്ടാഞ്ഞതും പക്ഷികൾ അദ്ദേഹത്തിന്റെ ഏക സമ്പാദ്യമായ വസ്ത്രവും തട്ടിയെടുത്ത് പറന്നകന്നു. അയ്യോ കഷ്ടം! വിഷമിക്കാതിരിക്കൂ, വിധിയോട് പൊരുതാൻ നമുക്കാവില്ല. നിന്നെക്കുറിച്ചോർത്താണ് എനിക്കു വിഷമം. എനിക്ക് വേണ്ടി നീ എന്തിനു കഷ്ടപ്പെടണം? നളൻ വിഷമത്തിലാണ്ടു. കേൾക്കൂ, ഈ വഴി നിന്റെ അച്ഛന്റെ രാജധാനിയിലേക്കുള്ളതാണ്. നീ അങ്ങോട്ട് പോയിക്കൊള്ളൂ. അയ്യോ ഇല്ലില്ല, ഞാൻ അങ്ങയെ തനിച്ചാക്കി എങ്ങും പോകില്ല. അന്നു രാത്രി അവർ ദമയന്തിയുടെ വസ്ത്രം പുതച്ച് വെറും നിലത്തുറങ്ങി. ഞാൻ മൂലമാണ് ദമയന്തിയും കഷ്ടപ്പെടുന്നത്. ഇത് അവസാനിപ്പിക്കണം. പിറ്റേ ദിവസം കാലത്തു തന്നെ നളൻ ദമയന്തിയുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു ഭാഗം കീറിയെടുത്തു. അതുകൊണ്ട് ദമയന്തിയുടെ ദേഹം പുതപ്പിച്ച് മറുപാതി ധരിച്ച് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് നടന്നകന്നു. അദ്ദേഹം വളരെ ദൂരം സഞ്ചരിച്ചു. പെട്ടെന്ന്, സഹായിക്കണേ! അയ്യോ, കാട്ടുതീയിൽ വലിയൊരു നാഗമല്ലേ! നളൻ തീയിലേക്കെടുത്തു ചാടി നാഗത്തെ രക്ഷിച്ചു. കാർക്കോടകൻ എന്ന നാഗമായിരുന്നു അത്. അങ്ങന്റെ ജീവൻ രക്ഷിച്ചു. പ്രത്യുപകാരമായി ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും തരേണ്ടിയിരിക്കുന്നു. 10 അടി മുന്നോട്ട് നടക്കൂ. നടന്നതും കാർക്കോടകന്റെ വിഷമേറ്റ് നളൻ വികൃതരൂപിയായി. ഹേ, അങ്ങെന്താണ് ഈ ചെയ്തത്? ആരും തിരിച്ചറിയാതിരിക്കാനാണ് ഞാൻ താങ്കളെ വിരൂപനാക്കിയത്. ഇന്നു മുതൽ അങ്ങ് ബാഹുകനാണ്. അയോധ്യയിലെ രാജാവ് ഋതുപർണൻ ചൂതുകളിയിൽ അതിവിദഗ്ധനാണ്. ചൂതുകളിയുടെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്കു ചെല്ലൂ. അങ്ങയുടെ യഥാർത്ഥ രൂപം സ്വീകരിക്കണമെന്നു തോന്നുമ്പോൾ ഈ ദിവ്യവസ്ത്രം ധരിച്ചാൽ മതി. കാർക്കോടകൻ നളന് ഒരു ദിവ്യവസ്ത്രം നൽകി. അതേസമയം ദമയന്തി ഉറക്കമുണർന്നു. അങ്ങെവിടെ? നളനെ കാണുന്നില്ലല്ലോ. ഈ കൊടുങ്കാട്ടിൽ എന്നെ തനിച്ചാക്കി അദ്ദേഹം എവിടെ പോയതായിരിക്കും? നളനെ തേടി ദമയന്തി ആ വനത്തിലൂടെ അലഞ്ഞു നടന്നു. പക്ഷികളോടും മൃഗങ്ങളോടും ദമയന്തി നളനെക്കുറിച്ച് അന്വേഷിച്ചു. പ്രിയപ്പെട്ട പുള്ളിമാനെ, പ്രിയപ്പെട്ട കുഞ്ഞരുവി, പറയൂ, നിങ്ങളെന്റെ നളനെ കണ്ടോ? ഒരു കൂറ്റൻ പെരുമ്പാമ്പ് ദമയന്തിയെ കണ്ട് തന്റെ വായ പിളർന്നു. അത് ദമയന്തിയുടെ കാലിൽ പിടികൂടി. പെട്ടെന്ന് ഒരു വേടന്റെ അമ്പേറ്റ് പെരുമ്പാമ്പ് ചത്തുവീണു. ഉടൻ, നീ ആരാണ്? ദേവതയോ അപ്സരസോ? ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാക്കും. കഷ്ടം! ഇതിൽ ഭേദം ആ പെരുമ്പാമ്പിന് ഇരയാകുകയായിരുന്നു. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നീ വെന്ത് വെണ്ണീറാകും. ദമയന്തിയുടെ ശാപമേറ്റ വേടൻ കത്തിച്ചാമ്പലായിത്തീർന്നു. തട്ടിത്തടഞ്ഞ് ദമയന്തി ഒരുവിധം നദീതീരത്ത് എത്തിച്ചേർന്നു. അവിടെ അവൾ ഒരു കൂട്ടം വ്യാപാരികളെ കണ്ടുമുട്ടി. നിങ്ങളെന്റെ നളനെ കണ്ടോ? നളനോ? ആരാണയാൾ? അന്നു രാത്രിയിൽ വ്യാപാരികൾ ഗാഢനിദ്രയിലാണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം കാട്ടാനകൾ ഇറങ്ങി അവരുടെ സാധനങ്ങളെല്ലാം ചവിട്ടി നശിപ്പിച്ചു.
ഈ ശപിക്കപ്പെട്ടവൾ നമ്മുടെ കൂടെ കൂടിയതാണ് ഇതിനൊക്കെ കാരണം. അടിക്കവളെ, കടന്നുപോ. പേടിച്ചരണ്ട ദമയന്തി ഒരു വിധത്തിൽ വിപ്രപുരം എന്ന രാജ്യത്തെത്തിച്ചേർന്നു. തെരുവ് പിള്ളേർ ഭ്രാന്തി എന്നു കരുതി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. രാജ്ഞിയായ ഭാനുമതി മട്ടുപ്പാവിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് ഏതോ നല്ല വീട്ടിൽ പിറന്നതാണെന്നു തോന്നുന്നു. അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. ഭാനുമതി ദമയന്തിയെ തന്റെ ദാസിയാക്കി. ദമയന്തിയെ അവിടെ ആരും തിരിച്ചറിഞ്ഞില്ല. നീ സമർത്ഥയാണല്ലോ. ഒരു ദിവസം കുണ്ടിനപുരിയിലെ മന്ത്രി വിപ്രപുരത്തെത്തിച്ചേർന്നു. അത് ദമയന്തി മഹാറാണിയല്ലേ? നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അവിടത്തെ അന്വേഷിച്ച് വളരെ നാളുകളായി ഞാൻ അലയുകയാണ്. വരൂ, റാണിയെ ഞാൻ പിതാവിനടുത്തെത്തിക്കാം. അങ്ങനെ ദമയന്തി കുണ്ടിനപുരിയിൽ എത്തിച്ചേർന്നു. ഇതിനകം കുട്ടികൾ വളർന്നു കഴിഞ്ഞിരുന്നു. അവരുടെ കളികൾ കണ്ടു നിൽക്കുമ്പോൾ നളനെക്കുറിച്ചുള്ള ഓർമ്മകൾ ദമയന്തിയെ വേദനിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ എവിടെയായിരിക്കും? നളനില്ലാത്ത ഈ ജീവിതം മടുത്തു. ദമയന്തി സദാ വിഷമത്തിൽ കഴിഞ്ഞുകൂടി. എന്തെങ്കിലും കഴിക്കൂ കുഞ്ഞേ, നളൻ എവിടെയുണ്ടെങ്കിലും നാം കണ്ടെത്തും, ഇത് സത്യം. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അച്ഛാ. അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. ഒരു ദിവസം രാജകൽപ്പന പ്രകാരം മന്ത്രി നളനെ തേടിയിറങ്ങി. താമസിയാതെ അയാൾ അയോധ്യയിലെത്തിച്ചേർന്നു. അയോധ്യയിലെ ഋതുപർണ മഹാരാജാവിൻ്റെ സദസ്സിൽ ഒരു രാജാവ് വഴിയിൽ തൻ്റെ രത്നം ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്തിനാണ് രാജാവ് ഓടിപ്പോയതെന്ന് രത്നത്തിന് ഒട്ട് അറിയില്ല താനും. മന്ത്രിയുടെ വിചിത്രമായ വാക്കുകൾ എല്ലാവരെയും അമ്പരപ്പിച്ചു. മന്ത്രി, ഇതൊരു നല്ല കടങ്കഥ തന്നെ. ആർക്ക് ഉത്തരം നൽകാനാവുമെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. പെട്ടെന്ന്, തിരുമനസ്സേ, എന്നെ അനുവദിച്ചാലും. ബാഹുകന്റെ വേഷം സ്വീകരിച്ച നളനായിരുന്നു അത്. കിരീടമില്ലാത്ത രാജാവിൻ്റെ പക്കൽ രത്നത്തിന് അനുയോജ്യമായ സ്ഥലമെവിടെ? ശരിയായ ഉത്തരം മനോഹരം, അപാരം. കുണ്ടിനപുരിയിൽ മടങ്ങിയെത്തിയ മന്ത്രി നടന്ന കാര്യങ്ങൾ ദമയന്തിയെ ധരിപ്പിച്ചു. അദ്ദേഹം കൂനനോ വിരൂപനോ ആയിക്കൊള്ളട്ടെ, അത് നളൻ തന്നെയാണെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഇവിടെ വരുത്തി പരീക്ഷിക്കാം. നളനെ വരുത്താൻ അവർ ഒരു തന്ത്രമൊരുക്കി. വൈകാതെ ഋതുപർണ രാജാവിനരികിൽ ഒരു സന്ദേശമെത്തി. തിരുമനസ്സേ, ഭീമമഹാരാജാവ് ദമയന്തിയുടെ സ്വയംവരം നാളെ വീണ്ടും നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ബാഹുകനായ നളൻ വിഷമത്തിലായി. ഈശ്വര, ഇതു നേരായിരിക്കുമോ? എങ്ങനെയും അവിടെ എത്തണം. ഋതുപർണ രാജാവ് ചിന്താകുഴപ്പത്തിലായി. സ്വയംവരം നടക്കുന്നത് നാളെയാണ്, ക്ഷണം കിട്ടുന്നത് ഇന്നും. ഞാൻ എങ്ങനെ അവിടെ എത്തിച്ചേരാനാണ്? അങ്ങ് വിഷമിക്കാതിരിക്കൂ, ഞാനങ്ങയെ വായുവേഗത്തിൽ അവിടെ എത്തിച്ചു തരാം. അവർ പുറപ്പെട്ടു. തേരോട്ടത്തിൽ നളൻ അതിസമർത്ഥനായിരുന്നു. കുതിരകൾ വായുവിലൂടെ ശരിക്കും പറക്കുക തന്നെയായിരുന്നു. ആഹാ, എന്തൊരു വേഗം! നിങ്ങളെ സമ്മതിക്കണം. നിങ്ങൾ തേരോട്ടത്തിൻ്റെ രഹസ്യം എന്നെ പഠിപ്പിക്കൂ. പകരം അക്ഷഹൃദയം എന്ന വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായും. അവർ വിദ്യകൾ കൈമാറി. നളൻ അക്ഷഹൃദയം പഠിച്ചതും കലി അദ്ദേഹത്തെ വിട്ടുപോയി. കുണ്ടിനപുരിയിലെത്തിയ അവർ അത്ഭുതപ്പെട്ടു. വധുവുമില്ല, സ്വയംവരവുമില്ല. എന്തുപറ്റി? ഇനി സ്വയംവരം മറ്റേതെങ്കിലും നഗരത്തിലാണ് നടക്കുന്നതെന്ന് വരുമോ? ഇല്ലില്ല, ഇത് രണ്ടാം സ്വയംവരമായതിനാൽ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതേസമയം ബാഹുകൻ തൻ്റെ 2 കുട്ടികളും ഉദ്യാനത്തിൽ ഓടിക്കളിക്കുന്നത് ദൂരെ നിന്ന് കണ്ടു. അയാൾ ഓടിച്ചെന്ന് അവരെ വാരിപ്പുണർന്നു. ദമയന്തി കൊട്ടാരത്തിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. അവൾ ബാഹുകന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. പ്രിയനെ, എന്നെ സ്വീകരിച്ചാലും. പക്ഷേ ദമയന്തി, നീ വീണ്ടും വിവാഹിതയാവാൻ പോവുകയല്ലേ? അല്ല,
അങ്ങയെ ഇവിടെ വരുത്തുവാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അത്. ഇത്ര വേഗത്തിൽ ഇവിടെ എത്താൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? വൈകാതെ നളൻ തന്റെ കൈവശമുള്ള ദിവ്യവസ്ത്രമണിഞ്ഞു. ഉടൻ നളൻ സുരക്ഷിതനായി മടങ്ങിയെത്തിയതറിഞ്ഞ് ജനങ്ങൾ സന്തോഷത്താൽ നൃത്തം ചെയ്തു. നളമഹാരാജാവ് നീണാൾ വാഴട്ടെ! ദമയന്തിയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി നളൻ തന്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. വൈകാതെ പുഷ്കര, 3 വർഷത്തെ വനവാസം പൂർത്തിയാക്കി ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു. വരൂ, നമുക്ക് ഒന്നുകൂടി ചൂതു കളിക്കാം. ഹ ഹ ഹ, വരൂ. വളരെ നന്ന്. ജയിക്കുന്നവന് രാജ്യാവകാശം, തോൽക്കുന്നവൻ വനവാസത്തിന് പോകണം. അവർ കളി തുടങ്ങി. ഋതുപർണനിൽ നിന്ന് വശമാക്കിയ വിദ്യ കൊണ്ട് നളൻ വിജയിച്ചു. പുഷ്കര, ഞാൻ ജയിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ നിന്നെ വനവാസത്തിനയക്കുന്നില്ല. നിനക്ക് എന്നോടൊത്ത് ഇവിടെ തന്നെ കഴിയാം. അങ്ങനെ നളദമയന്തിമാർ വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു.